നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹോസ്പിറ്റലിൽ കുറച്ച് അധിക ദിവസം കിടക്കേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത്? ഹലോ മോളെ, ഞാൻ നിത്യ. നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വായനശാലയിൽ പറഞ്ഞൊരു ഫണ്ട് കളക്ഷൻ വേണ്ടി വരും. പാവം വേറെ ആരും ഇല്ലാത്തതല്ലേ. നീ വാ. ശരി, ഞാൻ വരാം. ഓക്കെ. എടാ, ഗോമതി ചേച്ചി സെക്കൻഡ് ഫ്ലോറില്. നീ ഒന്ന് അങ്ങോട്ട് ചെല്ല്, ഞാനിപ്പോ വരാം. എടാ, നീ എവിടെ പോവാ? എടാ, എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ട പോലെ തോന്നി. നീ നടന്നു, ഞാൻ വരാം. വീണേ, നീ എന്താ ഇവിടെ? അത് ഞാൻ ശ്രേയയുടെ കൂടെ വന്നതാ. എന്നിട്ട് ശ്രേയ എവിടെ? കൂടെയല്ല, ഇന്നലെ അവളിവിടെ ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നേ. അതിന്റെ ബ്ലഡ് റിസൾട്ട് വാങ്ങിക്കണമായിരുന്നു. എന്നോട് ഒന്ന് വാങ്ങിക്കാമോ ചോദിച്ചു. ശ്രേയക്ക് എന്താ അസുഖം? അത് ബ്ലഡിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. എനിക്കതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. റിസൾട്ട് കിട്ടിയോ? ഇല്ല, ഇപ്പോ ലാബിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അല്ല, ഹരിയേട്ടൻ എന്താ ഇവിടെ? നമ്മുടെ അമ്പാടിമുക്കിലെ ഗോമതി ചേച്ചിയില്ലേ, അവരെ ഒട്ടും സുഖമില്ലാതെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളൊന്ന് കാണാൻ വന്നതാ. എന്നാ ശരി. വീണേ, ഞാൻ വേണമെങ്കിൽ നിന്നെ ശ്രേയയുടെ വീട്ടിലേക്ക് വിട്ടുതരാം. വേണ്ട, ഹരിയേട്ടൻ വന്ന കാര്യം നടക്കട്ടെ, ഞാൻ പോയിക്കോളാം. ശരി. നിത്യേച്ചി, ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ഡോക്ടറെ കണ്ടോ? കണ്ടു. ഏട്ടൻ ഫാർമസിയിലേക്ക് പോയിരിക്കോ? ചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് കൂട്ടിക്കോ. പക്ഷേ ജ്യോതിക്ക് വേണ്ടി ബുദ്ധിമുട്ടാൻ എനിക്കിഷ്ടം. കാരണം എന്താന്ന് ചോദിക്കേ. അമ്മയെ മിസ് ചെയ്യുന്നതിന്റെ പേരില് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച കുട്ടിയല്ലേ. അങ്ങനൊരു കുട്ടിയെ നിരാശയാക്കാൻ പാടില്ലല്ലോ. ചെറിയ പനിയല്ലേ ഉള്ളൂ അല്ലേ? പനി ചെറുതേ ഉള്ളൂ, പക്ഷെ ഡോക്ടർ മരുന്നിന്റെ ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അതെ, ഈ മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാ? കൃത്യസമയത്ത് കഴിക്കുമോ? അതോ അമ്മയാണോ എടുത്തു തരാറ്? മരുന്നിന്റെ ഏർപ്പാടാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് അമ്മയുടെയാ. അത് അമ്മ എടുത്തു തരാറ്. അത് ഞാനായാലും ഏട്ടനായാലും എടുത്തു കഴിക്കുന്ന ശീലമൊന്നുമില്ല. അപ്പോ ഈ മരുന്ന് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നിത്യേച്ചി എന്റെ കൂടെ വന്നോ, മരുന്നൊക്കെ തീർന്നിട്ട് പോവാ. അയ്യടി മോളെ, അമ്മയോട് വിളിച്ചു ചോദിച്ചിട്ടേ വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നോ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ആദ്യം ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വാ, എന്നിട്ടാവാം എങ്ങനെയൊക്കെയാ നോക്കേണ്ടത്, എങ്ങനെയൊക്കെയാ പരിചരിക്കേണ്ടത്. ഒരു ലിസ്റ്റ് തന്നെ അങ്ങ് തന്നേക്കാം, പോരെ? ഞാൻ വിളിച്ചതാ നിത്യേച്ചിയെ. ഒരു ചെറിയ പനി വന്നതിന് ഇനി വിളിച്ചറിയിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? കുറച്ചു മുമ്പേ കൂട്ടുകാരോടും പറയുന്നത് കേട്ടു. അതിനെന്താ, പനി ഇങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണോ? സ്നേഹമുള്ളവരോട് പറയില്ലേ? ആ ശരിയെന്നാ പോവാം. ഏട്ടനൊരു മര്യാദയില്ലേ? നിത്യേച്ചി എത്ര ദൂരത്തുനിന്ന് വന്നതാ.
എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? ഞാൻ വേണമെങ്കിൽ ആ റിസപ്ഷനിൽ പോയി നിൽക്കാം. രണ്ടാൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പൊ പിന്നെ ഏട്ടനൊന്നും കാണില്ലല്ലോ. ഏട്ടാ, നമുക്ക് നിത്യേച്ചിക്ക് ഒരു കോഫി വാങ്ങിച്ചു കൊടുത്താലോ? അയ്യോ വേണ്ട മോളെ. എന്നാ എനിക്ക് കോഫി കുടിക്കണം. കൂടെ വരുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് വിളിക്കേട്ടാ. നിത്യ വരൂ, ഇവിടെ തൊട്ടടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്. വായിച്ചി. ഏട്ടാ, നമുക്ക് അവിടെ ഇരിക്കാം. വേണ്ട, നമുക്ക് അവിടെ ഇരിക്കാം. അതെ, എവിടെ ഇരിക്കാം. ഇരിക്കേ. എന്താ വേണ്ടേ സർ? നിത്യേച്ചി, എന്തെങ്കിലും കഴിച്ചാലോ? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കും വേണ്ട. 3 കോഫി. ശരി സർ. നിത്യ കോഫി ഹൗസിലൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. വല്ലപ്പോഴും ഒരു ഹോട്ടലിൽ കയറുന്നത് അച്ഛനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോഴാ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ. അച്ഛനാണെങ്കിൽ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കുകയില്ല. അച്ഛന് വീട്ടിലെ ഭക്ഷണമാണ് ഇഷ്ടം. എനിക്കും. അപ്പൊ പിന്നെ അമ്മയുടെ സെയിം കക്ഷി തന്നെ. അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടാ പുറമേന്ന് കഴിക്കാനായിട്ട്. പക്ഷെ അച്ഛൻ നേരെ മറിച്ച. അച്ഛൻ വന്ന് ചാടിയാലുണ്ടല്ലോ, അച്ഛൻ തന്നെ നിത്യേന ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോവും. അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ മേടിച്ച് കഴിക്കുകയും ചെയ്യും, നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. അല്ലേ ഏട്ടാ? അല്ല, നല്ല ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭക്ഷണം ഉണ്ടാക്കിയും സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവര്. അതൊക്കെ ചുമ്മാതാ. വീട് വിട്ടാ മറ്റൊരു വീട് സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന പോലെ പരസ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഫുഡൊക്കെ കണക്കാം. എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീ പുറം ലോകം കണ്ടിട്ടുണ്ടോടി? അതെ, സ്വന്തം പെങ്ങളോട് പുറം ലോകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരെങ്കിലും കേട്ട നാണക്കേടാ. സ്വന്തം പെങ്ങളെ പുറം ലോകം കാണിക്കേണ്ടത് ആങ്ങളമാരുടെ ഡ്യൂട്ടിയാ. അല്ലേ നിത്യേച്ചി? ചിലർക്ക് പുറം ലോകം കണ്ടാലും കണ്ടാലും തീരത്തില്ല. അത്തരം ആഗ്രഹമുള്ളവരെ സൂക്ഷിക്കണമെന്നാ പറയാ. എന്നാ ആരാ പറഞ്ഞേ? ഇദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തട്ടിവിടും കേട്ടോ. നമ്മൾ വിചാരിക്കും പണ്ട് കാലത്തെ മുനിമാരോ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞരോ പറഞ്ഞതായിരിക്കും. മുനിയും ശാസ്ത്രജ്ഞനും ഇദ്ദേഹം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.